പ്രതീക്ഷയോടെ എത്തിയ ദളപതി ചിത്രം ഗോട്ട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഗോട്ടിനു വേണ്ടി വമ്പൻ കാത്തിരിപ്പായിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നും വന്നത്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആഘോഷിച്ചിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ ഈ ചിത്രത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു വിജയ് ഫാൻസ്. എന്നാൽ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഗോട്ട് ഉയർന്നില്ല എന്നതാണ് തമിഴ്നാട് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതുവെയുള്ള അഭിപ്രായം. ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ വാരിക്കൂട്ടുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. 200 കോടിയിലധികം രൂപയാണ് ഇതുവരെ ഗോട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇതോടെ തുടർച്ചയായി 8 ചിത്രങ്ങൾ 200 കോടിയിലെത്തി എന്ന റെക്കോർഡ് കൂടി വിജയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്. സംവിധായകൻ വെങ്കട് പ്രഭുവിൽ നിന്ന് കുറച്ചുകൂടി മികച്ച ക്രാഫ്റ്റാണ് ആരാധകരും സിനിമാ പ്രേമികളും പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് സൂചനകൾ. എന്നാൽ സ്ഥിരം ഫോർമാറ്റുകളിൽ ഊന്നിയുള്ള പക്ക വിജയ് ചിത്രമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. തൃഷയുടെ ക്യാമിയോ അപ്പിയറൻസ് ഉള്ള ഡാൻസ് നമ്പർ ആയിരുന്നു സിനിമ റിലീസ് ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത്. മട്ട എന്ന സോങ്ങിലെ വിജയ് തൃഷ കോംബോ ആരാധകർ ഏറെ ആസ്വദിച്ചു. അതിനപ്പുറത്തേക്ക് ഗോട്ടിനെ നെഞ്ചേറ്റാൻ ആരാധകർ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ തമിഴ്നാട്ടിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ഗോട്ടിന് മികച്ച അഭിപ്രായമാണ് തമിഴ്നാട്ടിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം വന്നതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വെങ്കട് പ്രഭു. ചിത്രത്തിലെ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചുള്ള പരാമർശമാണ് ഗോട്ടിന് സമ്മിശ്ര പ്രതികരണം വരാൻ കാരണമായത് എന്നാണ് വെങ്കട് പ്രഭു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെ പുകഴ്ത്തിയത് കൊണ്ടായിരിക്കും നെഗറ്റീവ് റെസ്പോൺസ് വരുന്നതെന്ന് ട്വിറ്ററിൽ നടന്ന ഒരു ചർച്ചയിലാണ് വെങ്കട് പ്രഭു വ്യക്തമാക്കിയത്. CSKയെ കുറിച്ചുള്ള പരാമർശം തമിഴ്നാടിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിലാവില്ല എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്നാണ് വെങ്കട് പ്രഭു അഭിപ്രായപ്പെടുന്നത്. മുംബൈ ഇന്ത്യൻസ് RCB ആരാധകർ തന്നെ എപ്പോഴും ട്രോള് ചെയ്യുന്നത് താൻ ഒരു CSK ആരാധകനായതുകൊണ്ടാണെന്നും അതിൽ തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ പരാമർശം ഇഷ്ടമായില്ല എന്നതുകൊണ്ട് മാത്രം ഒരു സിനിമയ്ക്കെതിരെ മോശം അഭിപ്രായം ഉണ്ടാകില്ല എന്നും സിനിമ നല്ലതാണെങ്കിൽ എന്നും പ്രേക്ഷകർ സിനിമയ്ക്കൊപ്പം നിൽക്കും എന്നതുമാണ് സിനിമാ നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറ്റിപ്പിടിക്കാതെ പ്രേക്ഷകരെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നും വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട പല സൂചനകളും സിനിമ നൽകുന്നുണ്ടെന്നും അത്തരത്തിൽ സിനിമയെ ഒരു ടൂളായി ഉപയോഗിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ. എന്തായാലും സമ്മിശ്ര പ്രതികരണങ്ങളാണെങ്കിൽ പോലും ഗോട്ട് സൂപ്പർ ഹിറ്റ് അടിച്ചു കഴിഞ്ഞു. ഈ വർഷം അപൂർവമായി മാത്രം ഹിറ്റുകൾ പിറന്ന കോളിവുഡിന് ഗോട്ടിന്റെ വിജയം വലിയ ആശ്വാസമാവുകയാണ്. വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കും എന്നാണ് സൂചന.